ഇന്നേ മറ്റേ മോൻ്റെ 10ാം ക്ലാസ് ഫെയർവെൽ പാർട്ടിക്ക് നമ്മൾ പി ടി എയിലൊക്കെ അംഗമായത് കാരണം നമുക്ക് ക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ നല്ല രസകരമായിട്ട് അവന്മാരത് മറ്റേ ക്രിയേറ്റീവായിട്ട് തന്നെ നന്നായിട്ട് ക്ലാസ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് അവരെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. കാരണം എങ്ങനെയാണ് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുക എന്നുള്ളത് സ്റ്റൈലായിട്ട് ഈ പറയുമ്പോൾ 10ാം ക്ലാസ്സിലെ ജെൻസി പിള്ളേർ നമ്മളൊക്കെ ഇവരിങ്ങനെ കളിച്ച് കിടക്കാമെന്ന് വിചാരിച്ചിരുന്നു. എത്ര അഗ്രസീവായിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്തതെന്ന് അറിയും. അതിലെനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാണ്. എന്താ പറയുക, നമ്മളൊക്കെ പഠിപ്പിച്ചിരുന്ന സമയത്ത് കുറേ അധ്യാപകരുണ്ടായിരുന്നു. അവർ കുറേ ക്ലീഷ വേർഡുകൾ ഉപയോഗിക്കുമെന്ന്. ഞങ്ങളൊക്കെ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഒരു ടീച്ചറിനായിരുന്നു ടോ കുട്ടി എന്നാണ് പറയുക, ടോട്ടി എന്ന്. അത് ആ ടീച്ചറുടെ വേർഡായിരുന്നു. ഇവിടെ ഇവന്മാർ ചെയ്തിരിക്കണം എന്ന് വെച്ചാൽ ഞാൻ എണ്ണിയേക്കുമ്പോൾ ഒരു 10 അധ്യാപകരുടെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ക്ലാസ് റൂമിൽ. അതാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത്. അതായത് അവർ പറയുന്ന ആ ക്ലീഷ വേർഡുകൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൽ ഒന്ന് എനിക്ക് സൂറ ടീച്ചർ, മറ്റേ സോഷ്യലിൻ്റെ ടീച്ചറാണ്. മറ്റേ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചോളി, ആ ഒരു സ്റ്റൈലാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആ ടീച്ചർ വളരെ നന്നായിട്ട് എഫേർട്ട് എടുക്കുന്ന ടീച്ചറാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചോളി എന്നുള്ളത് ആ ടീച്ചറിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് അത് എഴുതിയിട്ടുണ്ട്. അതേമാതിരി മലയാളത്തിൻ്റെ അഞ്ജല ടീച്ചർ എപ്പോഴും കവിത എഴുതുകൊണ്ടിരിക്കണം. സത്യത്തിൽ നല്ല കവിത എഴുതുന്ന ടീച്ചറാണ്. അവർ എഴുതിയിരിക്കുന്നത് എൻ്റെ കവിത കേൾക്കണോ നിങ്ങൾക്ക് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതും അവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് റിനോ മാഷ്. പുള്ളി എന്താ തൂക്കിയെടുത്ത് കളയും നിങ്ങളെ, ഡേയ് ലുട്ടു ഇങ്ങോട്ട് വാടേ ഇത് എഴുതിയിരിക്കുന്നത്. അതും നല്ല സ്ട്രൈക്ക് ചെയ്തു. ഇതൊക്കെ ഒരു ഫെയർവെൽ പാർട്ടിക്കാകുമ്പോൾ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഓർമ്മകളാണ്. ഇതേ ഉണ്ടാവൂ, അല്ലാതെ നിങ്ങൾ ഫുൾ A+ വാങ്ങിയതൊക്കെ ഉണ്ടാവും, പക്ഷെ ഫസ്റ്റ് ഉണ്ടാവുക ആദ്യം ഓർമ്മ വരിക ഈ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ മീര ടീച്ചർ എന്തൊരു ബഹളാത് എഴുതിയിട്ടുണ്ട്. അതേമാതിരി പിന്നെ ഉള്ളത് സുജാത ടീച്ചറാണ്. നിങ്ങൾ എൻ്റെ ഒപ്പം പോന്നോളി A+ൻ്റെ സൂത്രവാക്യം ഉണ്ട്. കളയത് കണക്ക് പഠിക്കുന്ന ടീച്ചറാണ്. നിങ്ങൾ എൻ്റെ ഒപ്പം പോന്നോളി A+ൻ്റെ സൂത്രവാക്യം ഉണ്ട് എന്നുള്ളത്. പിന്നെ അതിൽ കണ്ടിരിക്കുന്നത് മറ്റേ അവിടെ ശരണ്യ ടീച്ചറുണ്ട്. പുള്ളിക്കാരത്തി കുറച്ച് മറ്റേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബയോളജിയുടെ ടീച്ചറാണ് തോന്നുന്നു. എപ്പോഴും ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് ഉള്ള ടീച്ചറാണ്. അപ്പോൾ എഴുതിയിട്ട് അപ്പോൾ ആ കോട്ട് ആ ടീച്ചറിൻ്റെ മാത്രം ഇംഗ്ലീഷിൽ എഴുതിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ പറയണേ സ്റ്റോപ്പ് ബീങ് സോ സില്ലി. അപ്പോൾ എപ്പോഴും പറയണ അത്ര ടീച്ചർ സ്റ്റോപ്പ് ബീങ് സോ സില്ലി. ടീച്ചർ എപ്പോഴും പറയുന്ന ഡയലോഗ് ആ ടീച്ചറുടെ ഫോട്ടോ വെച്ചിട്ട് വളരെ ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികൾ. എന്തായാലും പെടാം. പിന്നെ ഉള്ളത് നമ്മളെ റോജ ടീച്ചറാണ്. മറ്റേ പുള്ളിക്കാരത്തി എപ്പോഴും പറയത്രേ ടീച്ചർ ഞാനൊരു ദുഷ്ടത്തിയാണ്, ഞാൻ എന്നെ പേടിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതികള് ആ ടീച്ചറുടെ ഫോട്ടോ വെച്ചിട്ട് ഞാനൊരു ദുഷ്ടത്തിയാണ് എന്നുള്ളത് ചിരിക്കാവരോടുക്കലും പോണോ. അങ്ങനെ പിന്നെ ഉള്ളത് രാജു മാഷാണ്. അദ്ദേഹം മറ്റേ ക്ലാസ് ടീച്ചറാണ്. ഡേയ് കയറി വാടാ മക്കളെ എന്നുള്ളത്. ഞാൻ പുള്ളിയെ ഇന്ന് രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു, നിസർഗ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ മക്കളൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന മാതിരി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനൊരു ക്ലാസ് ടീച്ചർ എന്നുള്ള രീതിയിൽ വളരെ അഭിനന്ദിക്കുന്നു. കാരണം ഓരോരോ കാര്യങ്ങളിലും വളരെ നല്ല രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. എനിക്ക് തന്നെ എൻ്റെ പിള്ളേരിൽ അഭിമാനം തോന്നുന്നു. ആ ഒരു സെയിം സാധനം എനിക്കുണ്ട് മാഷേ. കാരണം എനിക്കും ആ വേർഡ് ഞാൻ അവിടെ വന്ന് കണ്ടപ്പോൾ നന്നായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതിൽ വിട്ടുപോയൊരു ടീച്ചറുണ്ട്. നിങ്ങൾക്ക് ലാബൊന്നും വേണ്ടടേ നിങ്ങൾക്ക് ഇത് സൂറ ടീച്ചർ എഴുതിക്കട്. അത് ഈ പിള്ളേരെ IT എന്ത് പിള്ളേർക്ക് എന്താ IT ലാബൊന്നും വേണ്ടടേ നിങ്ങൾക്ക് എന്നുള്ളത്. എന്തായാലും വളരെ രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. പിള്ളേരെ പൊളിച്ചടുക്കി എന്നെന്നും ജീവിതത്തിൽ ഓർമ്മകൾ ഉണ്ടാവട്ടെ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പം നമ്മൾ മാർക്ക് ബേസ്ഡ് ആണ്. അതായത് A+ കൂടുതൽ മാർക്ക് കിട്ടിയ ആൾ മുന്നിലെത്തുക എന്നുള്ള ഇതാണ്. അതൊന്ന് മാറിയിട്ട് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഡിസൈനിങ്ങിൽ താല്പര്യം ഉണ്ടെങ്കിൽ അത് ആ ഡിസൈനിങ് ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് കിട്ടുമെങ്കിൽ അവർ അതിൻ്റെ വേറെ തലങ്ങളിലേക്ക് ആ കുട്ടി എത്തും. അങ്ങനെ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആ സെറ്റപ്പോട് കൂടിയിട്ടാണ് പഴുതുകൾ അടച്ചിട്ടുള്ള ഒരു ഫെയർവെൽ പാർട്ടിയാണ് ഈ 10ാം ക്ലാസ്സിലെ പിള്ളേർ നടത്തിയിരിക്കുന്നത്. ഈ ജെൻസി പിള്ളേർ അവരുടെ ആ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ എത്ര തന്നെ പ്രശംസിച്ചാലും മതിയാവില്ല. ഓരോരോ വിഷയങ്ങൾ, ഭക്ഷണത്തിൻ്റെ വിഷയമാണെങ്കിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ വിഷയമാണെന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിച്ചിരുന്ന ലൈറ്റിങ്, അവിടെ ഉപയോഗിച്ച ചെറിയ ചെറിയ ഫോട്ടോകൾ വെച്ചിട്ട് അതൊക്കെ ഇപ്പോൾ ട്രെൻഡാണ് ഇത്ര. എന്നാലും ഇത്ര പെർഫെക്റ്റായിട്ട് ചെയ്ത പിള്ളേരെ എത്ര അനുമോദിച്ചാലും മതിയാവില്ല. അപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളൊക്കെ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അവർക്ക് അവരുടെ സ്കില്ലിൽ വേറെ തലങ്ങൾക്ക് എത്താൻ കഴിയും. അതാണ് എനിക്കതിൽ മറ്റേ ഒരു തോട്ട്സ് അവിടെ വന്നത്. പിന്നെ അവിടുത്തെ ഭക്ഷണം മറ്റുള്ള ക്ലാസ്സുകളൊക്കെ അപേക്ഷിച്ച് ഞാനതിൽ മനസ്സിലാക്കിയത് ഇവിടുത്തെ ഏറ്റവും നല്ല കാറ്ററിങ് പട്ടാമ്പി CMB കാറ്ററിംഗിൽ നിന്ന് തന്നെ അവർ ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ മന്തി നിൽക്കും പോയപ്പോൾ അവർ നല്ല ചിക്കൻ ബിരിയാണി. അപ്പോൾ ഞാൻ ചോദിച്ചോടെ അതെന്താ വെച്ചാൽ പറയണേ മറ്റുള്ളവരൊക്കെ മന്തിയാണ്. അപ്പോൾ നമ്മളൊരു വെറൈറ്റി കാണണ്ടേ. പിന്നെ പണ്ട് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത്
ഒരു ഓട്ടോഗ്രാഫ് വാങ്ങാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. പിള്ളേർക്ക് പൈസ ഒരു പ്രശ്നമല്ല. എന്നോട് പറഞ്ഞത് പൈസ വിഷയമല്ല നിസാർക്ക, നമുക്കിത് പരിപാടി ഉഷാറാണ്, എന്തെന്നെയായാലും അത് കളർ പരിപാടിയാക്കി. അപ്പോൾ എല്ലാവിധ അഭിനന്ദനങ്ങൾക്കും. ഇതൊക്കെ നല്ല ഓർമ്മകളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഒപ്പം ടീച്ചേഴ്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതേ ആവേശം ഇത് നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് ആണ് ഈ പണി ചെയ്തത്, എനിക്കറിയാം. കാരണം എൻ്റെ മോനെ രാവിലെ എണീപ്പിക്കാനുള്ള പാട് എനിക്കറിയാം. അങ്ങനത്തെ ആശാനൊക്കെ 2 ദിവസങ്ങളിലായിട്ട് എത്രയും നേരത്തെ എണീറ്റ് ആ ഒരു ഇൻട്രസ്റ്റാണ് ഞാൻ പറയുന്നത്. ഈ സെയിം ഇൻട്രസ്റ്റ് ആണ്, അത് പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് ഈ പരിപാടി. അത് ആ റിസൾട്ട് ഇപ്പം ഞാൻ അവിടെ വന്നപ്പോൾ കണ്ടു. ഇതേ സെയിം സാധനം തന്നെ മാർച്ച് 5 നിങ്ങളുടെ പരീക്ഷ വരല്ലേ, ഇതിൻ്റെ ഒരു പകുതി എഫർട്ട് നിങ്ങൾ എടുത്താൽ മതി. 100% നിങ്ങൾ എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്തിരിക്കും, ഇതേ ഇൻട്രസ്റ്റോട് കൂടിയിട്ട്. കാരണം ഇത് ജീവിതത്തിൽ വിജയിക്കാൻ ഫുൾ A+ വേണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫെയർവെൽ പാർട്ടിക്ക് ചെയ്ത ആ മനസ്സറിഞ്ഞുള്ള പണിയുണ്ടല്ലോ, ഈ പണി നിങ്ങൾ പഠിപ്പിലും കൂടി ചെയ്യണം. സ്വന്തം രക്ഷിതാക്കൾ അത്ര പ്രതീക്ഷകൾ നിങ്ങളിലേക്ക് വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ആ പ്രതീക്ഷകൾ ഒരിക്കലും നമ്മൾ അത് മങ്ങലേൽപ്പിക്കരുത്. ഒപ്പം ടീച്ചേഴ്സിനും നിങ്ങളിൽ നല്ല പ്രതീക്ഷകളുണ്ട്. അപ്പോൾ എനിക്ക് ഷുവറാണ് നിങ്ങളത് നിറവേറ്റും എന്നുള്ളത്. നിങ്ങൾ നമ്മളെ ചങ്കളല്ലേ, ഒക്കെ ശരിയാവും, പൊളിച്ചെടുക്കും നിങ്ങൾ.